മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ 2 മനുഷ്യരെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഒന്ന്, പാറമേൽ വീട് പണിതൊരു ബുദ്ധിയുള്ള മനുഷ്യനും 2, മണലിന്മേൽ വീട് പണിതൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ആ വാക്യം ഇങ്ങനെയാണ്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. 3 പ്രതികൂലങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. ഒന്ന്, വൻമഴ ചൊരിഞ്ഞു, ഉയരങ്ങളിൽ നിന്നുള്ള പ്രതികൂലം. 2, നദികൾ പൊങ്ങി, ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലം. 3, കാറ്റടിച്ചു, ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രതികൂലം. ഉയരങ്ങളിൽ നിന്നുള്ള പ്രതികൂലം, ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലം, ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രതികൂലം ഒക്കെയും ഒരു മനുഷ്യന്റെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ അടിക്കുമ്പോൾ അതിന്റെ അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്തോ പകൽക്കാലം വിശ്വാസമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേമാരി നിന്റെ വീടിന്റെ മുകളിൽ വരാഞ്ഞിട്ടല്ല, കൊടുങ്കാറ്റ് നിന്റെ വീടിന്റെ മുകളിൽ വരാഞ്ഞിട്ടല്ല, കൊറോണ നിന്റെ വീടിൽ വരാഞ്ഞിട്ടല്ല. പക്ഷേ നീ വീഴുവാൻ എന്റെ തമ്പുരാൻ അനുവദിച്ചില്ല, നീ ഉടയുവാൻ എന്റെ സ്വർഗം അനുവദിച്ചില്ല. നന്ദിയുള്ള ദൈവജന കരങ്ങളെ അടിച്ചൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ? അന്യഭാഷകളിൽ കൂടെ ഒരു നിമിഷം സ്തുതിച്ചാട്ടെ.